ശബരിമല പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ നിർണായക നീക്കവുമായി സംസ്ഥാന സർക്കാർ. പദ്ധതിക്ക് ചെലവാകുന്ന പകുതി തുകയും കേരളം വഹിക്കും. 1900 കോടി രൂപയാണ് സർക്കാർ വഹിക്കുക. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. 8 കിലോമീറ്റർ ദൂരത്തേക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, നിർണായക നീക്കമാണ്. ശബരിപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള പാതി തുക സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ വേഗമാണല്ലോ സർക്കാരിന്റെ നീക്കം, അതിവേഗ നീക്കങ്ങളാണല്ലോ. അരുൺകുമാർ, ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് ഏറ്റവും സുപ്രധാനമായ നീക്കം. ഒരുപക്ഷെ സംസ്ഥാനം ആദ്യമായിട്ടാകാം ഒരു റെയിൽവേ പദ്ധതിക്ക് വേണ്ടി തുക മുടക്കുന്നത്. സാധാരണ റെയിൽവേ പദ്ധതി അത് പൂർണ്ണമായും തുക മുടക്കുക ഇന്ത്യൻ റെയിൽവേയാണ്. പക്ഷേ ഈ അങ്കമാലി, എരുമേലി, ശബരി ഈ പാത, ആ പാതയ്ക്ക് ഏതാണ്ട് 110 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയാണ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ മലയോര മേഖലയിൽ വലിയ മാറ്റം വരുത്തുന്ന വികസനം കൊണ്ടുവരുന്ന വ്യവസായ മേഖലയിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുള്ള പദ്ധതിയാണ്. ആ പദ്ധതി വർഷങ്ങൾക്കും ഏതാണ്ട് 97-ൽ തുടക്കമായ പദ്ധതിയാണ്. 8 കിലോമീറ്ററാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി. ഏതാണ്ട് 90% നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങിയില്ല. കേന്ദ്ര സർക്കാർ റെയിൽവേ മന്ത്രാലയം 50% തുക സർക്കാരിനോട് ചിലവഴിക്കാൻ പറഞ്ഞു. അങ്ങനെ 2021-ൽ സർക്കാർ 50% തുക ചിലവഴിക്കാമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ അറിയിച്ചെങ്കിലും അതിൽ തുടർ നടപടി ഉണ്ടായില്ല. ഒടുവിൽ ഇപ്പോൾ വീണ്ടും ആ പദ്ധതി പുനരുജ്ജീവിക്കുന്നു. 1900 കോടി കിഫ്ബി വഴി ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇക്കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തെ അറിയിക്കുന്ന ഒപ്പം തന്നെ ഭൂമി ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം, അതിൻ്റെ അനുമതി റവന്യൂ വിഭാഗത്തിന് നൽകുകയും ചെയ്തു. ഏതാണ്ട് 330 ഹെക്ടർ ഭൂമിയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ആവശ്യം വരുന്നത്. ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനോടൊപ്പം ഇറക്കും. അതിന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു കഴിഞ്ഞു. 303.58 ഹെക്ടർ സ്ഥലമാണ് ശബരി റെയിൽ പാതയ്ക്ക് വേണ്ടി ആവശ്യം വരുന്നുണ്ട്. വലിയ മാറ്റം വരുന്ന പദ്ധതി കൂടിയാണ് ഈ ശബരി റെയിൽ പാത. താങ്ക് യു റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റോഷിപാൽ. അതിവേഗ നീക്കവുമായി സർക്കാർ.